Watch India's largest kids library only on Jio Hotstar. Download the app now. ഇസ്ലീക്കർ ബംഗ്ലാവിലേക്ക് പോയ എല്ലാവരും വഴിക്ക് പോവാൻ തുടങ്ങി. നമ്പർ 1 നമ്പർ 2 കേൾക്കൂ വേഗം വാ. ഇതാ കാടിനെ കുറിച്ച് എഴുതിയ ബുക്കാണ്. പിന്നെ ഈ ബുക്കിൽ എന്ത് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കാടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു മന്ത്രവാദിയുടെ ബംഗ്ലാവ് ഉണ്ട്. അങ്ങോട്ട് ആരൊക്കെ പോകുന്നോ അവരൊക്കെ വഴുക്കിക്കൊണ്ടേയിരിക്കും അത്രേ. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല. അതിനെന്താണ് ബാസേ? എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നിട്ടുണ്ടേടാ. ഇപ്പൊ കണ്ടോ ജോണിന്റെ ബുദ്ധി എങ്ങനെയാണെന്ന്. ഹലോ ആരാണ് സംസാരിക്കുന്നത്? മോനെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്താ പറ്റിയത് മോട്ടു? മോട്ടു അങ്കിൾ എന്നെ ഒരാള് സിസ്ലീക്കർ ബംഗ്ലാവിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ വിടുന്നില്ല. പ്ലീസ് മോട്ടു അങ്കിൾ എന്നെ രക്ഷിക്കൂ. പ്ലീസ് എന്നെ രക്ഷിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ. മോനെ തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും. തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കും. നീ ആരാണ് സംസാരിക്കുന്നത്? ജോണാകാൻ പോകുന്നു ഡോൺ. മോട്ടു പത്ലു, നിങ്ങളെ കൊണ്ട് ഈ കുട്ടീനെ രക്ഷപ്പെടുത്താനാവില്ല. ജോൺ, ആ കൊച്ചിനെ നീ ഒന്നും ചെയ്യരുത് കേട്ടല്ലോ. ഞാൻ വരുന്നുണ്ട് ആ കൊച്ചിനെ രക്ഷിക്കുവാൻ വേണ്ടി. മോട്ടു ഇത് നോക്ക്. മോട്ടു എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. അകത്തേക്ക് പോയാൽ നീ വഴുതിക്കൊണ്ടേയിരിക്കും. പത്ലു, നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കണം. അതിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. അതെ, നിക്കണം. എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നിങ്ങൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നത്തിൽ കൊടുക്കും. അനങ്ങി പോവരുത് കേട്ടല്ലോ. ഞങ്ങൾക്ക് കുട്ടിയെ രക്ഷിക്കണം. അതെ, നിക്കണം. ഞാൻ പറയുന്നത് കേക്ക്. എന്ത് കൊച്ചോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുട്ടി എവിടെയാണ്? ആരെങ്കിലും പിടിക്കൂ. എന്റെ ബ്രോ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിനെ ആരും കുറെ കൊല്ലമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു വഴുക്കുന്ന നില ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഈ ഫിഷ്ലക്കർ ബംഗ്ലാവ് എന്തുകൊണ്ടാ ഇങ്ങനെ വഴുക്കുന്നത്? ഇതിന്റെ പേര് ശരി തന്നെയാ കേട്ടോ. മോട്ടു, നമുക്ക് ആദ്യം പോയി നോക്കാം. ആരെങ്കിലും എന്നൊന്ന് നിർത്തണേ, അല്ലെങ്കിൽ എല്ലാരും പിടിച്ചാൽ ജയിലിനകത്തിടും. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. മോട്ടു പത്ലു, ഇനി ജീവിതകാലം മൊത്തം നിങ്ങൾ അവിടെ വഴുക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. മോട്ടുവിന്റെ ആളുകളെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ ഈ കരയുന്നത്? നമ്പർ 1, ഇത് സന്തോഷ കണ്ണീരാടാ. സന്തോഷ കണ്ണീര്. ആരെങ്കിലും ഒന്ന് നിർത്തൂ. ഇത് കണ്ടിട്ട് ശരിക്കും ആ മാന്ത്രികന്റെ കളിയാണെന്നാ എനിക്ക് തോന്നുന്നത്. മോട്ടു, ആ കുട്ടി എവിടെയാ പോയത്? കണ്ടില്ലല്ലോ. ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം. ഹലോ മോനെ, നീ എവിടെയാ ഉള്ളത്? മോട്ടു അങ്കിൾ, നിങ്ങൾ വന്നു. ഞാൻ മേലെയാണ് ഉള്ളത്. മേലേക്ക് വരൂ അങ്കിൾ. ഓക്കെ മോനെ, നീ ഒരിക്കലും പേടിക്കരുത് കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് വരാം. നീ പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് വരാം. ധൈര്യമായിട്ടിരിക്കൂ. വരൂ, മുകളിലേക്ക് വരൂ. കുട്ടി മുകളിലാണ് ഉള്ളത്. വേഗം. ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ, എല്ലാവരും സൂക്ഷിച്ചു പോകുന്നേ. ഞാനിനി മുകളിലേക്ക്
പോകില്ല. എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് പുറത്തേക്ക് പോകണം. പത്ലു ധൈര്യം കൈവെടിയരുത്. നമുക്ക് മുകളിലേക്ക് പോയേ പറ്റൂ. എന്നിട്ട് ആ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. അതെ മോട്ടു, നമ്മൾ എങ്ങനെ അവനെ രക്ഷപ്പെടുത്തും? ഇവിടെയാണെങ്കിൽ ഇവിടെ എല്ലാ സൈഡിൽ നിന്നും വഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്നെ പുറകിൽ നിന്ന് പിടിച്ചോളൂ. ഓക്കെ, പിടിച്ചല്ലോ. ഇനി പതുക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരോ അടി വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇപ്പൊ ഓക്കെ ആയല്ലോ. പതുക്കെ അതെ, വഴുതി താഴെ വീഴുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഇതേ മേളിലെത്തി. ഒരുവിധം നമ്മൾ അങ്ങനെ മുകളിലെത്തി. ഇനി ഓരോരുത്തരും ഇതുപോലെ പുറകെ നിന്ന് പിടിച്ച് പതുക്കെ ഓരോരോ മുറികളിലായിട്ടും അന്വേഷിക്കും. ഓക്കെ, മോനെ കുട്ടാ, നീ എവിടെയാടാ ഉള്ളത്? ഞാൻ ഇവിടെയുണ്ട്. എന്ത് പുറകിൽ എങ്ങനെ എത്തിയതവൻ? അതെ വലിയേട്ടാ, ഞാൻ നിങ്ങളോടല്ല ചോദിച്ചത്, മനസ്സിലായോ? ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ചെറുപ്പത്തിൽ എന്നെ എല്ലാവരും അങ്ങനെയാണ് വിളിച്ചത്. നീയും എന്നെ അങ്ങനെ വിളിക്കുകയാണെന്നാണ് വിചാരിച്ചത്, അത്രേ ഉള്ളൂ. ഓ എന്റെ വലിയേട്ടാ, നിങ്ങളും തുടങ്ങിയോ? ഞാൻ നിങ്ങളെയല്ല വിളിച്ചത്, ആ കുട്ടിയെയാണ് വിളിച്ചത്. ഓക്കെ, ഇവിടെ ആരുമില്ല. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. റെഡി? നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ. മുത്തേ, ചക്കരമുത്തേ, നീ ഇവിടെയാണോ ഉള്ളത്? പൊളിച്ചെടുത്തല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ നിനക്കെന്താണ് പ്രശ്നം ഗസീട്ടാറാമേ? നിന്റെ പേര് ചക്കരക്കുട്ടെന്നാണോ? അതെ, കുട്ടിക്കാലത്ത് എന്റെ അമ്മ എന്നെ ചക്കരക്കുട്ടൻ എന്നാ വിളിക്കാറുള്ളത്. എന്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. മോട്ടോട് എങ്ങനെ മനസ്സിലായത്? എടോ, ഞാൻ ആ കുട്ടിയെയാണ് അങ്ങനെ വിളിച്ചത്. നിങ്ങളെല്ലാവരും എന്തിനാ നിങ്ങളുടെ കുട്ടിക്കാലം ഓർത്ത് വെക്കുന്നത്? ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. എന്റെ സയൻസിന്റെ പേര് സത്യമായിട്ടാണ് പറയുന്നത്. ഈ വഴുക്കുന്ന ബംഗ്ലാവ് എന്റെ നട്ടല് പൊട്ടിച്ചു. അതെ, ഇങ്ങനെ വഴുക്കുന്ന തറ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പൊളിച്ചെടുത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ വഴുക്കി വീണിട്ടേ ഇല്ല. എന്റെ അമ്മോ, ഞാൻ ഈ ബിൽഡിംഗ് ഓണറിന്റെ മീതെ കേസ് കൊടുക്കാൻ പോവാണ്. ജോൺ, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ഇന്ത്യ നിയമമാണ് സത്യം. പുറത്തേക്ക് വന്നേ. കുട്ടിക്കാലത്ത് നിങ്ങളെ ആരും ചെക്കാന്ന് വിളിച്ചിട്ടില്ലല്ലോ. പറ. ചെക്ക, നീ എവിടെയാ ഉള്ളത്? ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. ഇനി നമുക്ക് അടുത്ത മുറിയിലോട്ടൊന്ന് നോക്കാം. നിങ്ങളൊക്കെ റെഡിയല്ലേ? റെഡി? പത്തിലോ വാതില് പിടിക്കേ. ഇനി എല്ലാവരും ഇവിടെ തന്നെ നിൽക്കൂ. മോട്ടു പത്ലു, നിങ്ങളെ കൊണ്ട് ആ കുട്ടീനെ തിരയാൻ പറ്റില്ല, തിരഞ്ഞ് കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ ഏത് കുട്ടിയുമില്ല, ജോൺ മാത്രമേ ഉള്ളൂ. ജോൺ മാത്രം. ഞാനാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വരുത്തിച്ച് പറ്റിച്ചത്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതാണ് സിസിലിക്കാരന്റെ ബംഗ്ലാവ്. ഇനി നിങ്ങൾ ജീവിതകാലം മൊത്തം ഇവിടെ ഇങ്ങനെ വഴുക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പൊ ഞാൻ ഫുർഫുറി നഗരം ഭരിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ. ആ ജോൺ നമ്മളെ ശരിക്കും കുടുക്കിയിരിക്കുക, കണ്ടില്ലേ? പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ ആലോചിക്കൂ, വേഗം വേണം. പത്ലു, ഇത് കണ്ടില്ലേ? രത്ന കിരീടങ്ങളും പവിഴ മാലകളും എന്തൊക്കെയാ നോക്ക്. അതെ മോട്ടു, നീ ഇങ്ങോട്ട് നോക്ക്. ഇതാ ഒരു കിരീടം. ഈ കിരീടത്തിൽ മുഴുവൻ ഡയമണ്ട്സ് ആണ്. ശരിക്കും നന്നായിട്ടുണ്ട്. ഡാൻസ് ചെയ്യാം. കൊള്ളാം, പൊളിച്ചു. ഈ ഖജനാവ് മുഴുവനും സ്വർണങ്ങളാണല്ലോ. നമ്മളുടെ സമയം തെളിഞ്ഞു മോനെ. ഓഹോ. എന്ത്? അവർക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്നോ? എന്ത്? അതിനെ പോയി എടുത്തിട്ട് പാടാ. ഇവിടെ വെക്ക്. ഞാൻ ദുഃഖത്തിന്റെ കണ്ണീരാണ് വിടുന്നത്. വേഗം അവരെ പുറത്തു കൊണ്ടുവരൂ. അതിനുശേഷം ആ നിധിയൊക്കെ എനിക്കാണ് സ്വന്തം. ഞാനാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഞാനാണ്.
മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ ശിക്ഷിക്കാനാണ് വിചാരിച്ചത്, പക്ഷെ അതിപ്പോ സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ശിക്ഷ കഴിഞ്ഞു. ഫിനിഷ്, മതി. ഞാൻ കയറ് വലിച്ചെറിയാം. നിങ്ങൾ അത് പിടിച്ചിട്ട് പുറത്തു വരാൻ നോക്കൂ. പിന്നെ നിങ്ങൾ എനിക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല, മനസ്സിലായോ? മോട്ടു, ഇവൻ ലൈനിൽ വന്നെന്നാ തോന്നുന്നത്. ആ ശരി ശരി, സമ്മതിച്ചു. ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യൂല. ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തെടുത്ത് തന്നാ മാത്രം മതി, പ്ലീസ്. ഓക്കേ. മമ്മി, മോട്ടു, നീ പറഞ്ഞ നിധി എവിടെ? പറ. ഖജനാവൊന്നും ഇല്ല ജോണ്. താൻ അവിടെ കിടന്ന് ഊരിക്കൊണ്ടിരുന്നു. നീ കുഴിച്ച കുഴിയിൽ നീ വീണത് കണ്ടില്ലേ ജോണ്? ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങളാണ് ചീറ്റേഴ്സ്. ഒന്നും അറിയാതെ ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ പറ്റിക്കാൻ പാടുമോ? നിങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.